നിയമസഭയിൽ നിന്നും അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഈ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ ആരംഭിച്ചത്. പിന്നീട് 1 മണിക്കൂർ 52 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനം അവസാനിപ്പിച്ച് ഗവർണർ മടങ്ങുന്നു. അതിനുശേഷമാണ് ചില ഭാഗങ്ങൾ ഗവർണർ വായിച്ചിട്ടില്ല, ഗവർണർ തിരുത്തിയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ആ ഭാഗങ്ങൾ വായിക്കുന്നത്. എന്താണ് ഗവർണർ പോയ ശേഷം നിയമസഭയിൽ സംഭവിച്ച അസാധാരണ നീക്കങ്ങൾ? അപ്പോൾ തീർച്ചയായും അസാധാരണമായ സംഭവങ്ങൾക്ക് തന്നെയാണ് കേരള നിയമസഭ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ സഭാ സമ്മേളനമാണ്. ഏറ്റവും അവസാനത്തെ സഭാ സമ്മേളനത്തിലാണ് ഗവർണർ, അതായത് സർക്കാർ കരട് മന്ത്രിസഭാ യോഗം അംഗീകരിച്ച് നൽകിയ നയപ്രഖ്യാപനത്തിലെ ചില ഭാഗങ്ങൾ ഗവർണർ ഒഴിവാക്കി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഒഴിവാക്കുന്നു, അതിനപ്പുറത്തേക്ക് ഗവർണർ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് മന്ത്രിസഭ അംഗീകരിച്ച് നൽകിയത് കീഴ്വഴക്കങ്ങൾക്ക് ചട്ടങ്ങൾക്ക് അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച് നൽകിയ നയപ്രഖ്യാപനത്തിലെ ഖണ്ഡികകൾ 12, 15, 16 ഖണ്ഡികകളിൽ ചില മാറ്റങ്ങൾ ഗവർണർ വരുത്തുന്നു. അതിനൊപ്പം തന്നെ ഗവർണർ ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ വരുത്തി എന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം 1 മണിക്കൂർ 52 മിനിറ്റ് നീണ്ടുനിന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തെ യാത്രയാക്കിയ ശേഷമാണ് മുഖ്യമന്ത്രി സഭയിലെത്തുകയും ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നത്. അതായത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇതേവരെ അതായത് ഒരു അസാധാരണമായ ഒരു സംഭവം തന്നെയാണ്. ഈ രീതിയിൽ ഗവർണർമാർ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്ത് അദ്ദേഹം സർക്കാർ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ പൂർണ്ണമായും അദ്ദേഹം ഒഴിവാക്കിയെന്ന് വായിക്കുക പോലും ചെയ്തിരുന്നില്ല. അദ്ദേഹം 1 മിനിറ്റ് മാത്രമായി നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് ഒതുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇത് അതിനപ്പുറത്തേക്ക് നയപ്രഖ്യാപനത്തിലെ ഭാഗങ്ങൾ ഒഴിവാക്കുന്നതിനപ്പുറത്തേക്ക് ചില ഭാഗങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർക്കുക കൂടി ചെയ്തിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചെയ്തിരിക്കുന്നത്. 12, 15, 16 അതായത് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഈ ധനകാര്യ 12ാമത്തെ ഖണ്ഡികയിൽ ധനകാര്യ സാമൂഹ്യ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചിട്ടും പ്രതികൂലമായ നടപടികളെ ദുർബലപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി കേരളം സാമ്പത്തികമായി ഗുരുതര പ്രതിസന്ധിയിലാണ് എന്ന് നയപ്രഖ്യാപനത്തിലെ 12ാം ഖണ്ഡിക പറയുന്നുണ്ട്. പക്ഷെ അത് ഒഴിവാക്കിയിരുന്നു, ഗവർണർ അത് വായിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ 15ാമത്തെ ഖണ്ഡികയിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണെന്നും ഈ വിഷയത്തിൽ എന്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഭരണഘടനാ ബെഞ്ചിനെ റെഫർ ചെയ്തിരിക്കുകയും ചെയ്തു എന്ന വാചകമുണ്ട് 15ാമത്തെ ഖണ്ഡികയിൽ. ഈ വാചകം ഗവർണർ ഒഴിവാക്കി എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അതായത് ബില്ലുകളുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി സർക്കാരും ഗവർണറും തമ്മിൽ നിയമ പോരാട്ടത്തിലാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഗവർണറുടെ കാലത്തു മുതലേ അത് നിയമ പോരാട്ടത്തിലാണ്. രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്കാണ് ഈ ബില്ലുകൾ പലതും കെട്ടിക്കിടക്കുന്നത്. അതിനെതിരെ പോലും നിയമയുദ്ധം സുപ്രീം കോടതി നടക്കുകയാണ്. അത് സംബന്ധിച്ച ആ വാചകമാണ് ഗവർണർ വായിക്കാതെ വിട്ടിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ 16ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് നികുതി വിഹിതവും ഗ്രാന്റുകളുടെ അവകാശമാണ്, ഫെഡറൽ തത്വങ്ങൾ കൈകടത്തുന്നു എന്ന് ഗവർണർ വായിച്ചെങ്കിലും എന്റെ ഗവർണർ എന്ന് പറയുന്ന ഒരു വാചകം അഡീഷണലായി അതിൽ ചില വാചകങ്ങൾ എഴുതി ചേർത്തു, കൂട്ടിച്ചേർത്തു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് 12, 15 ഖണ്ഡികയിലുള്ള വാചകങ്ങൾ ഒഴിവാക്കുകയും 16ാമത്തെ ഖണ്ഡികയിൽ കൂട്ടിച്ചേർക്കലോ ഗവർണറുകൾ വരുത്തുകയും ചെയ്തു എന്ന് ഇത് കീഴ്വഴക്കങ്ങൾക്ക് ഒട്ടും യോജിക്കാൻ കഴിയാത്തതാണ്. സഭാചട്ടങ്ങൾക്കും സഭയുടെ അന്തസ്സിനും അനുസരിച്ച് 176ാം ചട്ടം അനുസരിച്ച് ഒരു സഭാ സമ്മേളനം 1 വർഷത്തിൽ തുടങ്ങുമ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഗവർണർക്ക് എന്താണോ മന്ത്രിസഭ അംഗീകരിച്ച് നൽകിയത് ആ നയപ്രഖ്യാപനം വായിക്കാതിരിക്കാവുന്ന ഗവർണറുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിൽ ചില വാചകങ്ങൾ ഒഴിവാക്കുന്നു, ചില കൂട്ടിച്ചേർക്കൽ കൂടി നടത്തുന്നു. ഇത് സഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്, സഭയുടെ അന്തസ്സിന് നിരക്കാത്തതാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയും ഗവർണർ ഒഴിവാക്കിയതോ അല്ലെങ്കിൽ ഗവർണർ അധികമായി കൂട്ടിച്ചേർത്തതോ ആയതൊന്നും തന്നെയും സഭയുടെ അല്ലെങ്കിൽ ആ നയപ്രഖ്യാപനത്തിന്റെ ഔദ്യോഗിക നയപ്രഖ്യാപനമായി അംഗീകരിക്കരുത് എന്ന് മുഖ്യമന്ത്രി സ്പീക്കറോട് അഭ്യർത്ഥിച്ചു. അതനുസരിച്ച് തന്നെ സ്പീക്കർ നിലപാടും സ്വീകരിച്ചു. ഗവർണർ ഒഴിവാക്കിയതോ അല്ലെങ്കിൽ ഗവർണർ അധികമായി കൂട്ടിച്ചേർത്തതോ ചെയ്തിട്ടുള്ള ഒന്നും തന്നെയും നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി വരികയില്ല. എന്താണോ മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് നൽകിയത് അത് തന്നെയാകും നയപ്രഖ്യാപനമായി ഔദ്യോഗികമായി നയപ്രഖ്യാപനമായി നിയമസഭ അംഗീകരിക്കുകയുള്ളൂ എന്ന് സ്പീക്കർ ഒടുവിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്, റൂൾ ഇടുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും അസാധാരണമായ രീതി സംഭവവികാസത്തിലേക്ക് തന്നെയാണ് നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനം ആരംഭിച്ചത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നതാണ് കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ ഗവർണർ വായിക്കുമോ എന്നുള്ളത്. എന്നാൽ ഗവർണർ അത് വായിക്കാൻ തയ്യാറായി. ചില ഭാഗങ്ങൾ ഗവർണർ വായിച്ചുവെങ്കിൽ കൂടിയും ചില പ്രസക്ത ഭാഗങ്ങൾ അദ്ദേഹം ഒഴിവാക്കുകയും ചില കൂട്ടിച്ചേർക്കലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് ഈ സമയത്ത് എടുത്തു പറയേണ്ടതാണ്. അമ്പിളി.